നമസ്തേ. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ഒരു സർക്കാർ പ്രായോജിത പൊതു താൽപര്യ ഹർജി മാധ്യമങ്ങളിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. പക്ഷേ എന്താണ് സർക്കാരിന്റെ ഗൂഢലക്ഷ്യമെന്ന് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു അതും. അയ്യപ്പ വിശ്വാസികൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഇരുന്നാൽ ഭാവിയിൽ ഹിന്ദു സമൂഹം നേരിടാൻ പോകുന്ന കൂട്ടായ വിപത്തുകളുടെ ഗതി ഒട്ടേറെ വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നോട്ടം ശബരിമല മാത്രമല്ല, ചുറ്റുമുള്ള കാനന ഭൂമിയും പന്തളം കൊട്ടാരവും സ്വത്തുക്കളും 100-ലധികം കോടികൾ വിലമതിക്കുന്ന തിരുവാഭരണങ്ങളിലേക്കുമാണ്. ആദ്യം പറഞ്ഞ ആ ഹർജിയിൽ ശബരിമലയിൽ പന്തളം കൊട്ടാരത്തിനും താഴമൺ തന്ത്രി കുടുംബത്തിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കണം എന്നതായിരുന്നു പ്രധാന ആവശ്യം. ആ ഹർജിയാണ് ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസം തള്ളിയത്. കൂടാതെ തിരുവാഭരണം ദേവസ്വം ബോർഡിന്റേതാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നും അതിൽ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു സമൂഹത്തിന്റെ മതപരമായ ആചാര വിശ്വാസത്തിൽ ഇടപെടാൻ കോടതിക്ക് എങ്ങനെ കഴിയുമെന്ന് വ്യക്തമാക്കാൻ ഈ ഹർജിക്കാരന് കഴിഞ്ഞില്ല. ഈ കാരണം കൊണ്ടാണ് കോടതി ഈ ഹർജി തള്ളിയത്. മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വിധിയെ കണ്ടതായി നടിച്ചതു കൂടിയില്ല. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ്, ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത്. പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങളാണ് കോടതി മുമ്പാകെ ഈ ഹർജിക്കാരൻ സമർപ്പിച്ചത്. 1. ശബരിമല ക്ഷേത്രത്തിന്മേലോ അതിന്റെ ആസ്തികളിലോ പന്തളം രാജകുടുംബത്തിന് ഒരു അവകാശവുമില്ല, അധികാരവുമില്ല. 2. താഴമൺ തന്ത്രി കുടുംബത്തിന് ശബരിമലയിലോ മറ്റ് ക്ഷേത്രങ്ങളിലോ താന്ത്രിക അവകാശങ്ങൾ ഇല്ല. 3. താന്ത്രിക അവകാശങ്ങൾ പാരമ്പര്യമായി ലഭിക്കുന്നതല്ല, അത് ദേവസ്വം നിയമനമാണ്. അടുത്തത്, ശബരിമല, മാളികപ്പുറം എന്നിവിടങ്ങളിലെ മേൽശാന്തിമാരായി ഹിന്ദു സമൂഹത്തിലെ യോഗ്യതയുള്ളവർക്ക് ലഭിക്കുമാറാകണം. അതിനോട് ചേർന്ന മറ്റു ചില ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. 1. പന്തളം രാജകുടുംബത്തിൽ നിന്ന് തിരുവാഭരണം ദേവസ്വം ബോർഡ് വീണ്ടെടുത്ത് അത് ട്രഷറിയിൽ സൂക്ഷിക്കണം. അത് വേണ്ട വിധത്തിൽ പരിശോധിച്ച് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. 2. അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കി നഷ്ടം ഈടാക്കാൻ പന്തളം കൊട്ടാരത്തിനെതിരെ നടപടിയെടുക്കണം. 3. ശബരിമല, മാളികപ്പുറം മേൽശാന്തിമാരായി നിയമനത്തിന് യോഗ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കണം. അതിൽ നിന്ന് നിയമനം നടത്തണം. നറുക്കെടുപ്പ് നടത്തുന്ന ഇപ്പോഴത്തെ രീതി ഉപേക്ഷിക്കണം. ഇതായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞ ആ സർക്കാർ പ്രായോജിത പൊതു താൽപര്യ ഹർജി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അയ്യപ്പ വിശ്വാസികൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഇരുന്നാൽ ഭാവിയിൽ ഹിന്ദു സമൂഹം നേരിടാൻ പോകുന്ന കൂട്ടായ വിപത്തുകളുടെ ഗതി വർദ്ധിക്കും എന്ന് പറഞ്ഞ് നിർത്തുന്നു.